തിരുവനന്തപുരം മേയർ വി രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥും ബലിദാനികളുടെ വീടുകളിൽ സന്ദർശനം നടത്തി. സിപിഎമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിന് ഇരകളായ ചെറുവയ്ക്കൽ ഗംഗാധരൻ, മണ്ണന്തല രഞ്ജിത്ത്, കല്ലമ്പള്ളി രാജേഷ് എന്നിവരുടെ വീടുകളാണ് ഇരുവരും സന്ദർശിച്ചത്. ബലിദാനികളുടെ ജീവത്യാഗമാണ് പ്രസ്ഥാനത്തിന് ശക്തിയെന്ന് പറഞ്ഞ വി രാജേഷ് സിപിഎം അക്രമ രാഷ്ട്രീയത്തിന്റെ അന്ത്യം തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുമെന്നും കൂട്ടിച്ചേർത്തു. സിപിഎമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിൽ ജീവൻ പൊരിഞ്ഞ ധീരബലിദാനികളെ സ്മരിച്ചുകൊണ്ടാണ് തുടക്കം. 14 വർഷങ്ങൾക്ക് മുമ്പ് സിപിഎം അക്രമകാരികൾ അരുംകൊല ചെയ്ത മണ്ണന്തല രഞ്ജിത്തിന്റെ വീട്ടിലാണ് ആദ്യ സന്ദർശനം. ഏറെ നേരം കുടുംബാംഗങ്ങളുമായി ചെലവഴിച്ച ശേഷം രഞ്ജിത്തിന്റെ സ്മൃതി കുടീരത്തിൽ ഇരുവരും പുഷ്പാർച്ചന നടത്തി. ഞങ്ങളുടെ ഈ സംഘടന തിരുവനന്തപുരത്ത് കെട്ടിപ്പടുക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിച്ച പ്രവർത്തകരിൽ ഒരാളാണ് രഞ്ജിത്ത്. അങ്ങനെയുള്ളവർ പടുത്തുയർത്തിയ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം BJPക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ രഞ്ജിത്തിൻ്റെ അച്ഛനെയും അമ്മയും കുടുംബാംഗങ്ങളെയും കണ്ട് അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. രഞ്ജിത്ത് മാത്രമല്ല, കല്ലമ്പള്ളി രാജേഷ്, അങ്ങനെ നിരവധി പ്രവർത്തകർ. തീർച്ചയായിട്ടും നമ്മൾ ഇവരെയൊക്കെയാണല്ലോ മാതൃകയാക്കേണ്ടത്. കാരണം ഇവരൊക്കെയുള്ള കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാനടക്കമുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇങ്ങനൊരു പദവിയിലേക്ക് പോലും എത്തുന്നത്. കാരണം ഇവരെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ ഒരു പദവി ഒന്നും ആഗ്രഹിച്ചിട്ടല്ല രാഷ്ട്രീയ രംഗത്തേക്കും ഒക്കെ വന്നത്. പക്ഷെ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് ഇങ്ങനെയൊക്കെ ആകേണ്ടി വന്നതിലും ഇങ്ങനെയൊക്കെ അവർക്ക് സംഭവിക്കേണ്ടി വന്നതിൽ നമ്മളൊക്കെ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. നമ്മളൊക്കെ തുടക്കം ഇവരെയൊക്കെ വീട്ടിൽ നിന്ന് ആക്കിയത് ഒരുപാട് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്താ പറയേണ്ടതെന്നറിയില്ല. അമ്മയും അച്ഛനും അവരുടെയൊക്കെ വിഷമത്തിൽ നമുക്കൊന്നും പറയാൻ സാധിക്കാത്ത അവസ്ഥയാണ്. നമ്മൾ അവരെയൊക്കെ വിഷമത്തിൽ പങ്കുചേരുന്നു. അവരോടൊപ്പം തീർച്ചയായിട്ടും നമ്മളുണ്ടാവും. ഇത് എന്തിനും ഏതിനും ഉണ്ടാവും. തുടർന്ന് ചെറുവയ്ക്കൽ ഗംഗാധരന്റെ കുടുംബാംഗങ്ങളെയും സന്ദർശിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഗംഗാധരനെ 1987 സിപിഎം അക്രമകാരികൾ ഇല്ലായ്മ ചെയ്തത്. ഏറെ നേരം കുടുംബാംഗങ്ങളുമായി സംസാരിച്ച ശേഷം കല്ലമ്പള്ളി രാജേഷിന്റെ വീടും സന്ദർശിച്ചു. ഇടവക്കോട് ബസ്തി കാര്യവാഹ് ചുമതല വഹിച്ചിരുന്ന രാജേഷിനെ 2017 സിപിഎമ്മിന്റെ ഗുണ്ടാസംഘം ക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. രാജേഷിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. പാർട്ടി ഈ നിലയിലേക്ക് ഉയർന്നതിന് പിന്നിൽ അനേകം ബലിദാനികളുടെ ത്യാഗോജ്വല ജീവിതമുണ്ട്. അവരെ ഓർക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞ വി രാജേഷ് സിപിഎമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ അന്ത്യം തിരുവനന്തപുരത്ത് നിന്നാകും തുടങ്ങുക എന്നും അറിയിച്ചു. സിപിഎമ്മിന്റെ ഈ അക്രമ രാഷ്ട്രീയം, അഴിമതി രാഷ്ട്രീയം, കൊലപാതക രാഷ്ട്രീയം, അതിനെ അവർ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് തന്നെ സിപിഎം ദുർബലമാകുന്ന, ഇല്ലാതാകുന്ന ഒരു കാലഘട്ടം ഒരു സംശയവും വേണ്ട. നന്ദിഗ്രാമിൽ നിന്നാണ് പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കം കുറിച്ചതെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കേരളത്തിലെ രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. സിപിഎമ്മിന് ബദലായി BJP മാത്രമേ കേരളത്തിലുള്ളൂ. ഒരു ഓൾട്ടർനേറ്റീവ് BJP ആണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിച്ചാണ് തലസ്ഥാന നഗരിയിൽ കണ്ടത്. മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും സന്ദർശനം പ്രവർത്തകർക്ക് വലിയ ഊർജ്ജമാണ് നൽകുന്നതെന്ന് BJP സംസ്ഥാന കൗൺസിൽ അംഗം കേരളാദിത്യപുരം ശ്രീകുമാർ പറഞ്ഞു. ഈ സന്ദർശനം ഇപ്പോൾ മേയറും ഡെപ്യൂട്ടി മേയറും ഈ ഭാഗങ്ങളെല്ലാം സന്ദർശിച്ചതിൻ്റെ പുറത്ത് ഞങ്ങൾ എല്ലാ ജനങ്ങളും, പ്രത്യേകിച്ച് സംഘപരിവാർ സംഘടനകളുടെ അമ്മമാരും മറ്റ് എല്ലാവരും തന്നെ വളരെയധികം സന്തോഷത്തിലാണ്. ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ഇനി മേലിലും അത്തരത്തിൽ നമുക്ക് സന്തോഷത്തിനുള്ള വക ഉണ്ടാക്കത്തക്കതിലുള്ള പ്രവർത്തനത്തിൻ്റെ ഊർജ്ജമായി ഇത് കാണുകയാണ്. തിരുവനന്തപുരം കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ ബലിദാനികളുടെ വീടുകളിലാണ് വി രാജേഷും ആശാനാഥും സന്ദർശനം നടത്തിയത്. തുടർന്നും അനന്തപുരിയിലെ എല്ലാ ബലിദാനികളെയും കുടുംബാംഗങ്ങളിൽ നിന്നും അനുഗ്രഹം വാങ്ങുമെന്നും വി രാജേഷ് പറഞ്ഞു. ജനം, തിരുവനന്തപുരം.